ഇപ്പൊ ആർസിഎം ബേസിക്കലി ഒരു ഹാപ്പിനെസ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കടകളൊക്കെ പ്രൈമറി ലെവലിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ കാണുന്നു, അതിനപ്പുറം അത് കൊണ്ടുവന്ന ആളെ കാണുന്നു, അതിനപ്പുറം കുറച്ച് വരുമാനം കിട്ടുന്നു എന്ന് കാണുന്നു, അതിനപ്പുറത്തേക്ക് നമ്മൾ ശരിക്കും കടന്നേ എന്നാൽ നമ്മൾ കാണുന്ന ഒറ്റ കാര്യമുള്ളൂ, വി ഗെറ്റ് ഹാപ്പിനെസ്. അതായത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യും. സത്യത്തിൽ അതിലൂടെ ഹാപ്പിനെസ് കിട്ടില്ല. എന്നാൽ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഹാപ്പിനെസിന്റെ പ്രതിഫലനം നമുക്ക് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് എ റിയൽ ഹാപ്പിനെസ് എന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ആ പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. എന്റെ പേര് ഡോക്ടർ രാജൻ, പ്രകൃതി ചികിത്സാ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. 14.5 വർഷമായിട്ട് ആർസിഎമ്മിൽ സജീവമായിട്ട് ജീവിക്കുന്നു. മൂർത്തി സാറാണ് ഈ ഒരു ആശയത്തെ എന്നിലോട്ട് എത്തിച്ചത്. അത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ബിസിനസ് വരുള്ളൂ, അല്ലെ? മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം വേണ്ടത് പ്രൊഡക്റ്റ് ആണ്. ഇന്നലെ കുമാർ സാർ എന്നെ വിളിച്ച് അരമണിക്കൂറിലധികം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ പ്രോഗ്രാമുകളിൽ ആയിരങ്ങളും 10,000-ങ്ങളൊക്കെ പങ്കെടുക്കുന്ന അതിലെ ഒരു മോട്ടിവേഷനിൽ കുറച്ചു കാലം ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സ്ഥിതി അതല്ല. ശരിയായ ഇൻഫോർമേഷനും ശരിയായ നോളേജ് വെച്ചാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നോളേജ് ബേസ്ഡ് ബിസിനസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത്രയും മാത്രം ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നമുക്കൊരു സഫയർ പിറന്നത്. എല്ലാ പുതിയ അച്ചീവേഴ്സിനും എൻ്റെ ആശംസകൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഗുഡ് ഡോട്ട് എന്ന പ്രൊഡക്റ്റ് ഇപ്പൊ അത് കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ് കഴിച്ചിട്ടാണ് ഇപ്പൊ ഈ ക്ലാസ് എടുക്കാൻ ഇരിക്കുന്നത്. നൂഡിൽസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പണ്ട് കാലത്തും ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചത് പേര് കേട്ട മറ്റു പല കമ്പനികളിലാണ്. കഴിക്കാനായി സുഖമുള്ളൂ, കഴിച്ചു കഴിഞ്ഞാൽ സുഖമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് മൈദ. പക്ഷെ നമ്മുടെ നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഏറ്റവും വലിയ അട്രാക്ഷൻ നെക്സ്റ്റ് മോർണിംഗിൽ വി വിൽ ഗെറ്റ് ക്ലിയർ മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവെ ഒരു നോൺ വെജിറ്റേറിയൻ കാറ്റഗറിയിൽ നിന്ന് ഒരു വെജിറ്റേറിയൻ, ഒരു വീഗൻ കൺസെപ്റ്റിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ അത്രമാത്രം അത് പ്രാബല്യത്തിലായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആളുകൾ മാറുന്നുണ്ട്. ഞാൻ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു എയർഫോഴ്സ് കാലഘട്ടത്തിലൊക്കെ. പിന്നെ പതുക്കെ അത് കുറഞ്ഞു, അങ്ങനെ ടോട്ടലി ഇപ്പൊ ഇല്ലാണ്ട് ഇപ്പൊ പ്യുവർലി വെജിറ്റേറിയൻ എന്ന ലെവലിലേക്ക് വന്നു. അപ്പോ അത് വന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം, നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ, അല്ലെ? ചൈനക്കാര് പറയുന്ന ഒരു ചൊല്ലുണ്ട്, നിങ്ങളൊരു തക്കാളി തിന്നാൽ നിങ്ങളൊരു തക്കാളി പോലെയാവും. തക്കാളി നല്ലതാണ്, അല്ലെ? അപ്പൊ നമ്മൾ പോത്തിനെ തിന്നാലോ, പോത്തിനെ പോലെയാവും. അപ്പൊ നമ്മൾ എന്താണോ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരം. അപ്പോ നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. ആശയമാണ് ബേസിക്കലി ആർസിഎം നൽകുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വളരെ ഏറ്റവും സുന്ദരമായ ഒരു ആശയം ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പരമാവധി അത് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് അഹിംസ. നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന അഹിംസ തന്നെയാണ്, അല്ലെ? 100% അഹിംസ എന്നുള്ളൊരു കൺസെപ്റ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തദ്ദേശീയമായി ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലളിത ജീവിത രീതിയിലൂടെ ഒരു ജനതയുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്താം. അദ്ദേഹം സത്യത്തിൽ അത് പറഞ്ഞത് മറ്റാർക്ക് വേണ്ടിയുമായിരുന്നില്ല, നമുക്ക് വേണ്ടിയായിരുന്നു. കാരണം നമ്മളെല്ലാം അങ്ങനെ തദ്ദേശീയമാണ്, സ്വദേശിയാണ്. നാച്ചുറൽ റിസോഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രകൃതി വിഭവങ്ങൾ, അല്ലെ? തദ്ദേശീയമായ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലളിത ജീവിത രീതി, ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് അല്ല, ഒരു കോംപ്ലക്സ് ലൈഫ് സ്റ്റൈൽ അല്ല, ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈലിലൂടെ ഒരു ജനതയുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്താമെന്ന പറഞ്ഞ ഗാന്ധിജിയുടെ ആ ജന്മദിനത്തിൽ തീർച്ചയായിട്ടും ഇത് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ ലെറ്റ് us start. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. നമ്മൾ നോൺ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത്. നമ്മൾ സാധാരണ നോൺ വെജ് കഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഏതൊരു വ്യക്തിയും നോൺ വെജ് ചിക്കനോ മട്ടനോ ബീഫോ കഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്, അതിൽ വേറെ ഒന്നുമില്ല. പക്ഷെ ഒരു ഡോക്ടർ നമ്മളോട് പറയും, നിങ്ങൾ നോൺ വെജ് കഴിക്കണം, മുട്ട കഴിക്കണം, പാല് കുടിക്കണം, മീൻ കഴിക്കണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കുന്നു. എന്നാൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഡോക്ടർ നമ്മളോട് നോൺ വെജ് കഴിക്കാൻ പറയുന്നു. ഇത് രണ്ടും കിട്ടും, രുചിയും കിട്ടും, പ്രോട്ടീനും കിട്ടും. അതിന്റെ കൂടെ ആദ്യം കിട്ടുന്ന ബോണസാണ് കൊളസ്ട്രോള്. കാരണം എല്ലാ ജന്തുജന്യ വിഭവങ്ങളും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഒരു സസ്യജന്യ വിഭവവും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. ഈവൻ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരിക്കലും കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. ഒരുപക്ഷെ ആ വെളിച്ചെണ്ണ 1-2 തവണ ചൂടാക്കി റീബോയിൽ ചെയ്ത് ഉപയോഗിച്ചാൽ അത് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാം. അപ്പോ ഈ ഒരു അഡീഷണൽ ബോണസ് കൊളസ്ട്രോള്. കാരണം ഇന്ന് ഇന്ത്യയിലെ ഏകദേശം 26% ആളുകൾ മരിക്കാനുള്ള കാരണം ഹൃദ്രോഗമാണ്. അത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കൊളസ്ട്രോളാണ്. അപ്പൊ അതൊരു ബോണസ്. പിന്നെ വരുന്നൊരു അഡീഷണൽ ബോണസ് ഉണ്ട്, ദാറ്റ് ഈസ് ഹോർമോൺ ഇംബാലൻസ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന നല്ലൊരു ശതമാനം അസുഖങ്ങളും ഹോർമോൺ ഇംബാലൻസ് ആണ്.
അപ്പൊ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, എവറിത്തിങ് ഇസ് ബേസ്ഡ് ഓൺ ഹോർമോൺ. കാരണം നമ്മുടെ ശീലങ്ങളും രീതികളും ഒക്കെ ബേസിക്കലി കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകളാണ് അല്ലെ. സന്തോഷം വരാനൊരു ഹോർമോൺ, ദുഃഖം വരാനൊരു ഹോർമോൺ അല്ലെ. അപ്പൊ ആ ഹോർമോൺ ഇംബാലൻസ് മുഴുവൻ ഒരു നല്ലൊരു ശതമാനം വരുന്നത് ഈ നോൺ വെജിറ്റേറിയൻ കാറ്റഗറിയിൽ നിന്നാണ്. അപ്പൊ അതിൽ നിന്ന് മാറി നമ്മളൊരു വീഗൻ എന്നൊരു കൺസെപ്റ്റേക്ക് നമ്മൾ എപ്പോൾ വരാൻ സാധിക്കുന്നു, നമ്മുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. അതിനെ സഹായിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ആർസിംബോർഡ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അതിൽ കുറച്ച് പ്രൊഡക്റ്റുകളെ നമുക്കൊന്ന് കുറച്ച് വളരെ ഷോർട്ട് ടൈമിനുള്ള ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഗുഡ് ഡോട്ട് സീരീസിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എത്രമാത്രം ഗുണം നൽകും, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഗുഡ് സിപ്പ്, ഗുഡ് ഫോർ ഹെൽത്ത്. ആ ചിത്രം തന്നെ എത്ര രസമാണ് അല്ലെ. ആ മുഴുവൻ ഒരു പച്ചപ്പ് കണ്ടില്ലേ. അതിന്റെ പ്രത്യേകത, അതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട്. നമുക്ക് പലർക്കും അറിയില്ല. അപ്പൊ ആ ഒരു പാക്കറ്റ് പലപ്പോഴും കടയിലൊക്കെ ഇരിക്കുമ്പോൾ, നമ്മുടെ PLC വണ്ടർവെൽ ക്വിക്കുകളിലൊക്കെ ഇരിക്കുമ്പോൾ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഈ ഓഫറൊക്കെ വന്നതിന് ശേഷം കുറച്ച് ആളുകൾ എടുക്കുന്നുണ്ട്. ഫാറ്റൊക്കെ കുറയാൻ വേണ്ടി ആളുകൾ ഇപ്പൊ അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ച് പേർക്ക് അത് കഴിച്ച് ഫാറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഗുഡ് ഡോട്ട് നമുക്ക് തരുന്ന ഒരുപാട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നെല്ലിക്ക. നെല്ലിക്കയെ കുറിച്ച് ഒന്നും പറയേണ്ട, വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അടി തൊട്ട് മുടി വരെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട കംപ്ലീറ്റ് അതിൽ കിട്ടും. പ്രതിരോധ ശേഷി കൂട്ടാനുള്ളത് എവറിത്തിങ് ഈസ് ദർ. ഗൂസ്ബെറി, നെല്ലിക്ക ആൻഡ് ബേസിൽ, തുളസിയെ കുറിച്ച് ഇപ്പൊ RSM ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ തുളസിയെ കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 36 ഔഷധ ഗുണങ്ങളാണ് തുളസിക്കുള്ളത്. ഓക്കെ, അലർജി മുതൽ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്ന കംപ്ലീറ്റ് അതിലുണ്ട്. സോ ബേസിൽ എക്സ്ട്രാക്ട് ഉണ്ട്, അലോവേര, വൈറ്റമിൻ ഇ ധാരാളം ഉള്ളതാണ്. അകത്ത് നല്ലത്, പുറത്തും നല്ലത് അല്ലെ. അത് ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ സിസ്റ്റത്തിന് നല്ലത്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും നല്ലതാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വരെ അത് ഗുണം ചെയ്യും. പിന്നെ പുതിന, ദഹന സംബന്ധമായ കംപ്ലീറ്റ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് മിന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പിന്നെ വരുന്ന ലെമൺ, ചെറുനാരങ്ങ, ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി മാത്രമല്ല, മറ്റൊരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ബട്ട് മെയിൻലി ഇറ്റ് ഇസ് മെൻ ഫോർ വൈറ്റമിൻ സി. നമ്മൾ സാധാരണയൊക്കെ ആശുപത്രികളിൽ പണ്ടൊക്കെ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഓറഞ്ച് വാങ്ങിച്ചു കൊണ്ടുപോകും അല്ലെ. എന്തുകൊണ്ടാണ് ഓറഞ്ച് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്? ഓറഞ്ചില് പുളിയുള്ള പഴങ്ങളിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. പെട്ടെന്ന് രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇതിൽ ലെമൺ ഉണ്ട്, ദെൻ ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനും, അലർജിക്കും നല്ലത്, തൊണ്ടവേദനയ്ക്ക് നല്ലത്, ദെൻ തിപ്പലി, ലോങ് പെപ്പർ, ചുമയ്ക്ക്, കഫക്കെട്ടിന്, തൊണ്ടയ്ക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത്. അതുപോലെ തന്നെ പാലക്ക്, ചീര, ധാരാളം നാച്ചുറൽ ആയിട്ടുള്ള അയൺ ഉള്ളതാണ്. അതിന്റെ എക്സ്ട്രാക്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് സോൾട്ട്, കാരുപ്പിന്റെ പ്രത്യേകത, അത് ഈ വയറ് സ്തംഭിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, വിശപ്പില്ല ദാഹമില്ലാത്ത അവസ്ഥയുണ്ട്. അതിന് ഏറ്റവും നല്ലതാണത്. അപ്പോൾ നമ്മുടെ ഗുഡ്സിപ്പിൽ ഇതുണ്ട്, അതുപോലെ നമ്മുടെ ജൽജീരയിലും ഇതുണ്ട്. അത് വളരെ ഗുണം ചെയ്യുന്നത്. ബ്ലാക്ക് സോൾട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്യുമിൻ, ജീരകം. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ആർക്കും ചുമ വരുമ്പോൾ നമ്മൾ 2 ജീരകത്തിന്റെ മണി എടുത്ത് വെറുതെ വാലിട്ട് ഇങ്ങനെ ചവയ്ക്കും അല്ലെ. ജീരകം, ദെൻ സിങ്ക്, മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ്. അതിനെ കുറിച്ച് ഒടുവിൽ പറയാം. സിങ്കിന്റെ ബെനിഫിറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ദെൻ വൈറ്റമിൻ സി, ദെൻ വൈറ്റമിൻ D3 ആൻഡ് വൈറ്റമിൻ B12. ഇതെല്ലാം നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോ ഗുഡ്സിപ്പിൽ ഇത്രയും കണ്ടന്റ്, 14 കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ 14 കണ്ടന്റ് നമുക്ക് ഗുണം ചെയ്യുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിലപ്പുറം വേറെ ഒന്നുമില്ല. കൊറോണ വരാത്തവർക്ക് ഇത് കഴിക്കാം, വരാതിരിക്കാൻ വേണ്ടി കഴിക്കാം, വന്നവർക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിക്കാം, റിക്കവർ ചെയ്തവർക്ക് ക്ഷീണം പെട്ടെന്ന് മാറാൻ വേണ്ടി കഴിക്കാം, എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാം. ഓക്കെ, സോ ഗുഡ്സിപ്പിന് വരുന്ന വളരെ നിസ്സാര വിലയെ വരുന്നുള്ളൂ. 20 രൂപ RSM മെമ്പേഴ്സിന് അത് 16 കിട്ടുന്നു. 11 ബിസിനസ് വോള്യം ഉണ്ട്. ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റുകളിൽ ഹയസ്റ്റ് ബിസിനസ് വോള്യം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത്. നിസ്സാര വില. എനിബഡി ഓർ എവരിബഡി ക്യാൻ യൂസ്. ഒരു ഗ്ലാസ് വെള്ളത്തിലോ, ഇളം ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുക. ഇത് ഫാറ്റ് റിഡക്ഷൻ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് ഉപയോഗിച്ച ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നൊന്ന് ഫാറ്റ് കുറയ്ക്കാനും ഇത് നല്ലതാണ്. ഓക്കെ, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. അത് എപ്പോഴാണ് നമുക്ക് കംഫർട്ടബിൾ, നമുക്ക് ക്യാരി ചെയ്യാം, യാത്രയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ ഇത് അല്പം ഫില്ല് ചെയ്തിട്ട് ഈ പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് കരുതാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും. മധുരം പുളിയാണ് അതിന്റെ ടേസ്റ്റ്. ഓക്കെ, ഗുഡ് സിപ്പ് എന്തായാലും പറഞ്ഞിരിക്കുന്നത്, ഗുഡ് സിപ്പ് കെ സാത്ത് ബിമാരിയോ കെ ചുട്ടി, അതായത് രോഗങ്ങളോട് പെർമനന്റ് ആയിട്ട് ഒരു അവധി കൊടുക്കാൻ പറ്റും ഗുഡ് സിപ്പ്. നമ്മുടെ ഗുഡ് ഡോട്ട് ഓഫറുകൾ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. ഇത്രയും കണ്ടന്റുകൾ, ഇപ്പൊ വൈറ്റമിൻ D3യുടെ ബെനിഫിറ്റോട് പറയുമ്പോൾ മനസ്സിലായി ഇത് എത്രമാത്രം വാല്യുബിൾ ആണെന്നുള്ളത്. വൈറ്റമിൻ D3 അത് പല്ലിന് നല്ലത്, എല്ലിന് നല്ലത്, തൈറോയിഡിന് നല്ലത്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പല്ലിന് പ്രശ്നം, എല്ലാവർക്കും എല്ലിന് പ്രശ്നം. നല്ലൊരു ശതമാനത്തിലും തൈറോയിഡ് ഉണ്ട് സ്ത്രീകൾക്ക്. പക്ഷേ ഇപ്പോ നല്ലൊരു പങ്ക് പുരുഷന്മാർക്കും തൈറോയിഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കാരണങ്ങൾ പലതാണ്. റിസോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു, നാച്ചുറൽ റിസോഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ മോത്തി സാറ് നൂഡിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു.
അത് എത്രമാത്രം ഗുണം ചെയ്യുന്നുള്ളത്. നൂഡിൽസ് പണ്ട് കാലത്ത് നമ്മൾ കഴിക്കാനുള്ള കാരണം അതിന്റെ ഒരു പ്രത്യേക മണമാണ്, അല്ലെ? കഴിക്കരുത്, നല്ലതല്ല എന്ന് അറിയാം, എന്നാലും അത് കുറച്ച് കഴിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, അതിനേക്കാൾ ടേസ്റ്റ് ആണ് നമ്മുടെ നൂഡിൽസിന്. അപ്പോൾ ഇത് വലിയൊരു റെവല്യൂഷനാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആശയത്തെ നമ്മൾ കേരളത്തിൽ പ്രാബല്യത്തിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾ ആലോചിച്ച് നോക്കുക, 1% ആളുകൾ പോലും ഇന്ന് കേരളത്തിൽ RCM അറിഞ്ഞിട്ടില്ല. ഒരു 10% എത്തുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ മുക്കിന് സഫയർമാരുണ്ടാവും, അല്ലെ? അത്രമാത്രം ആളുകൾ വരും. കാരണം ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ബോധ്യം വന്നൊരു വ്യക്തി ഒരു പ്രൊഡക്റ്റിൽ നിൽക്കില്ല, അവർ 9 പ്രൊഡക്റ്റിൽ എത്തും. അത് 90 900 പ്രൊഡക്റ്റിലേക്ക് അവർ എത്തും, ഓട്ടോമാറ്റിക്കലി എത്തിയിരിക്കും. അപ്പോ നൂഡിൽസിന്റെ വിതരണ മേഖലയിൽ ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ്. എനിക്കറിയാം, ഇത് തുടക്കത്തിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പൊ കരുതിയിരുന്നു വലിയ ബുദ്ധിമുട്ടാവും ഫ്യൂച്ചറിലെന്ന്. പക്ഷെ പിന്നീട് ഇത് ഇഷ്ടംപോലെ വന്നു, ഇനി ഇത് വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു കമ്പനി നമുക്ക് കേരളത്തിൽ ഇതിന്റെ പ്ലാന്റ് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. കാരണം അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, അതിൽ എന്തുകൊണ്ട് അത് മറ്റുള്ളതിന് വ്യത്യസ്തമായിരിക്കുന്നു? അതിൽ റിച്ച് ഇൻഗ്രീഡിയൻസ് ആണ്, ഹൈ പ്രോട്ടീൻ, ഹൈ ഡയറ്ററി ഫൈബർ, വെരി ടേസ്റ്റി. ഇതെല്ലാം ബേസിക്കലി വേണ്ടത്, അല്ലെ? പ്രോട്ടീനും വേണം, ഫൈബറും വേണം, ടേസ്റ്റും വേണം. അതെല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള മെയിൻ കണ്ടന്റ് പീ പ്രോട്ടീൻ, അതായത് പട്ടാണി പയർ എന്ന് പറയും, പച്ച കളറുള്ള പയർ. അതുപോലെ തന്നെ സോയ പ്രോട്ടീൻ, വീറ്റ് ഫ്ലോർ, ഓട്സ് ഫ്ലോർ. ഈ ഓട്സ് ഒക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് ആളുകൾ കുറച്ച് സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കുന്നുണ്ട്. ഓട്സ് ഒക്കെ വൈകുന്നേരം കഞ്ഞി വെച്ച് കുടിക്കും, ഓട്സിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കും. കാരണം കുറച്ച് കൊളസ്ട്രോൾ ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടർ സജസ്റ്റ് ചെയ്യും ഇനി അരിഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ ഓട്സിലേക്ക് കടന്നിരിക്കുകയാണ്. അതൊന്നും ചെയ്യാണ്ട് ഇത് മാത്രം കഴിച്ചാൽ മതി. അവരോട് പറയും ഇത് കഴിച്ചാൽ മതിയെന്ന്. ഓക്കെ, ഈ നൂഡിൽസിലുള്ള കണ്ടന്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാട് തവണ വന്നതാണ്, ഞാൻ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്തൊക്കെ കണ്ടന്റ് ആയിരുള്ളത് ഇതിൽ വിട്ടുപോയ 1-2 പോയിന്റുകൾ കൂടിയുണ്ട്. അതിൽ ഗോതമ്പ് പൊടി ഉണ്ട്, ഓട്സ് ഉണ്ട്, കടല മാവുണ്ട്, സോയ പ്രോട്ടീൻ ഉണ്ട്, സോൾട്ട് ഉണ്ട്, മല്ലി ഉണ്ട്, ചോളകമുണ്ട്, ഉള്ളി ഉണ്ട്, കൂൺ, മഷ്റൂം, ഫുൾ ഓഫ് പ്രോട്ടീൻ. മഷ്റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന പച്ചനിറമില്ലാത്ത ഒരു സസ്യം. അതിന് പച്ചനിറമില്ല, ഹരിതകമില്ലാത്തൊരു സസ്യമാണ് കൂൺ. പെരിഞ്ചീരകം, കുരുമുളക്, ഉലുവ, ഇഞ്ചി, ഗ്രാമ്പു, പച്ചയേലം, ജാതിക്ക, വെളുത്തുള്ളി, മുളക് പൊടി, ഉലുവയുടെ ഇല, പിന്നെ ഭക്ഷ്യ സസ്യ എണ്ണ. അങ്ങനെയായിരുന്നു മുൻപ് തുടക്കത്തില് സാധാരണ വെജിറ്റബിൾ ഓയിൽ ആയിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലിന്റെ കൂടി ചേർത്തിട്ടാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇത്രയും കണ്ടന്റ് ഹെൽത്ത് കാർഡ് ഓയിലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദെൻ നത്തിങ് ക്യാൻ ബീറ്റ് അസ്. എനിക്ക് തോന്നുന്നു 3 നേരം നൂഡിൽസ് മാത്രം കഴിച്ചാൽ മതി, സർവ്വരോഗങ്ങളും നമ്മളിൽ നിന്ന് അകന്നു. കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഞാൻ ഇതൊന്നുകൂടി കാണിക്കാം. ഇത്രയും കണ്ടന്റ് ഉള്ള ഒരു നൂഡിൽസ് നമുക്ക് മാർക്കറ്റിൽ പരിചയമുള്ള കുറെ നൂഡിൽസ് ഉണ്ട്. ഒരു പാക്കറ്റ് വാങ്ങി ജസ്റ്റ് നോക്കുക അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അത്രയും എൻറിച്ച്ഡ് ആണ്. അത് പ്രോട്ടീൻ മാത്രമല്ല, ഓൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, അപ്പൊ വിത്ത് റൈസ് ബ്രാൻ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ ദാറ്റ്സ് ഓൾ. ഏകദേശം 34ഓളം അസുഖങ്ങൾക്ക് പ്രതിരോധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ. അതിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് വയറിനൊരു അൺകംഫർട്ട്നെസ്സോ അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ പ്രോബ്ലമോ ഡൈജസ്റ്റീവ് പ്രോബ്ലമോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോ ഹെൽത്ത് കാർഡ് ഓയിലും ഗുഡ് ഡോട്ടും കൂടി ചേർന്ന് നമുക്ക് തന്നിട്ടുള്ള നൂഡിൽസ് അത്രമാത്രം നമുക്ക് റിസൾട്ട് തരികയാണ്. നേരത്തെ മോദി സാർ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ഒരു 3ാം തരംഗം കൊറോണയുടെ വരികയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളാണ്. വൈ ഇറ്റ് ഈസ് സോ? കാരണം കുട്ടികളുടെ ശരീരത്തിൽ ലോ പ്രോട്ടീൻ ആണ്, കുട്ടികളുടെ ശരീര വളർച്ച കുറവാണ്, മസിൽ മാസ് കുറവാണ്, അവര് ജനറലി ഹെൽത്തി അല്ല, അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരെ ബാധിക്കും. ഇപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു മാസ്കിന്റെ കാര്യം. മാസ്ക് ഒരിക്കലും നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടില്ല. കൈ കഴുകുന്നതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂടില്ല, അത് രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുക. നമ്മൾ പറയാറുണ്ട് ചാഞ്ഞ മരത്തിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കയറാം. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ചാഞ്ഞു കിടന്നാൽ വൈറസും വരും, എല്ലാതരം വൈറസും ബാക്ടീരിയയും ഒക്കെ വരും. അത് വരാതിരിക്കാൻ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടീൻ. പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇനിയിപ്പോ വാക്സിനേഷൻ എടുക്കുന്ന ആളുകളുണ്ട്, പല ആളുകൾക്കും വാക്സിനേഷൻ എടുത്തിട്ടും വീണ്ടും അസുഖം വരാനുള്ള കാരണം ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻ വേണം. 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ ഒരു ദിവസം മിനിമം 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെങ്കിൽ 60 പോയിട്ട് 20 പോലും കിട്ടുന്നില്ല. പിന്നെ അവിടെ ആന്റിബോഡി ഉണ്ടാവും, ആന്റിബോഡി ഒന്നുമില്ല, കൊറോണ വീണ്ടും വരും, 2-3 തവണ വരും. അത്രേ സംഭവിക്കുള്ളൂ. കൊറോണ എന്നല്ല, ജനറലി എല്ലാ അസുഖങ്ങളും. അപ്പോ അസുഖം വരാതിരിക്കാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. കീപ് യുവർ ഇമ്മ്യൂണിറ്റി ഹൈ, ബോത്ത് ഫിസിക്കൽ ഇമ്മ്യൂണിറ്റി ആൻഡ് മെന്റൽ ഇമ്മ്യൂണിറ്റി. മെന്റൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളെ കൂടിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതിന് ഏറ്റവും പറ്റിയൊരു ഗ്രൂപ്പാണ് RCM. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ
കുട്ടികൾക്ക് പ്രത്യേകിച്ച് വൈ ഗുഡ് ഡോട്ട് നൂഡിൽസ് കംപ്ലീറ്റ് പാക്കേജ് ഫോർ കിഡ്സ്. കാരണം നേരത്തെ ഇതിനെ കുറിച്ച് മോദി സാർ പറഞ്ഞിരുന്നു. ഇറ്റ് ഫുൾഫിൽസ് ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ് ഓഫ് കിഡ്സ് അറ്റ് ദിയർ ഗ്രോയിങ് ഏജ്. വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് വേണ്ട പ്രോട്ടീൻ കൃത്യമായിട്ട് അവരുടെ ശരീരത്തിലേക്ക് കിട്ടും. കാരണം എന്താ, 2 പാക്കറ്റ് 7 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് 1 പാക്കറ്റ് മതി. അതിൽ കിട്ടുന്ന പ്രോട്ടീൻ ദാറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ ദം. ആൻഡ് 7 വയസ്സിൽ കുറച്ച് മുതിർന്ന കുട്ടികളാണ് 2 പാക്കറ്റ് കൊടുത്തോളൂ, അത്രയും ബെനിഫിറ്റ് കിട്ടും. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി ഏറ്റവും കൂടുതൽ നോക്കുന്ന 4 കാര്യങ്ങളാണത്. നമ്മൾ അത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ ഇതിന്റെ മാർക്കറ്റിംഗ് മേഖലയിലാണ് വന്നിരിക്കുന്നത്. 1 സെഗ്മെന്റേഷൻ, 2 ടാർഗറ്റിംഗ്, 3 പൊസിഷനിങ്, 3 ഡിഫറൻസിയേഷൻ. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. STPD എന്ന് പറയും. ഏത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോഴും ഒരു കമ്പനി ആദ്യം നോക്കുന്നത് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗിൽ ഈ 4 കാര്യങ്ങളും പ്ലസ് ആണെങ്കിൽ അത് ഭയങ്കര സക്സസ്ഫുൾ ആവും. നമ്മുടെ പ്രൊഡക്റ്റ് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നിങ്ങൾ നോക്കുക. സെഗ്മെന്റേഷൻ, ഏതൊക്കെ വിഭാഗം ആളുകൾക്ക് നമുക്കിത് കൊടുക്കാം? ഓൾ ഏജ് ഗ്രൂപ്പ്, ഏത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, അപ്പൊ എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആളുകളും കൊടുക്കാം. ഡെമോഗ്രാഫിക്, അതായത് ഇന്ത്യയിലെ ഏത് മേഖലയിലെ ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഏത് ആസാം ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, എനിവെയർ, ഏത് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന, വെദർ ഈസ് വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ. ആ ചിത്രത്തില് ഒരു പച്ച സ്ക്വയറും ഒരു ചുമന്ന സ്ക്വയറും കണ്ടു അല്ലെ. അത് ഏത് കാറ്റഗറി ആളുകൾക്ക് ഉപയോഗിക്കാം. ഇറ്റ് മീൻസ് എവരിബഡി ക്യാൻ യൂസ്. പിന്നെന്താണ് ടാർഗറ്റിംഗ്? അത് കുട്ടികൾക്ക് പറ്റും. ആരോഗ്യത്തിനെ കുറിച്ച് വളരെ ജാഗരൂകരായ ആളുകളുണ്ട്, അവർക്ക് പറ്റും. ടീനേജേഴ്സിന് പറ്റും. വയസ്സായ ആളുകൾക്ക് പറ്റും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പറ്റും. യങ്സ്റ്റേഴ്സിന് പറ്റും. ഇറ്റ് മീൻസ് എവരിബഡി. ഓക്കെ. ടാർഗറ്റിംഗ്, ആരോഗ്യ ടാർഗറ്റ് ചെയ്യാം. ദെൻ പൊസിഷനിങ്, വളരെ ഈസിയാണ് അല്ലെ. 2 മിനിറ്റ്സ് നൂഡിൽസ് എന്ന പരസ്യം കേട്ട പോലെ 2 മിനിറ്റ്സ് മതി, അത്രേ ആവശ്യമുള്ളൂ. ഈസി ടു കുക്ക്, ഗുഡ് ടു ഈറ്റ്സ്. ഇൻസ്റ്റന്റ് നൂഡിൽസ് 2 മിനിറ്റ്സ്. 13% പ്രോട്ടീൻ ഉണ്ട്. അതിൽ വീറ്റ് ഫ്ലോർ ഉണ്ട്, സോയ പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, ഓട്സ് ഫ്ലോർ ഉണ്ട്. അങ്ങനെ ഈ ചിത്രം നേരത്തെ മുർസാർ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ ഒരു സെയിൽസിനൊക്കെ പോകുമ്പോൾ ബുദ്ധിയുള്ള ആളുകളെടുത്ത് നമ്മൾ പോവുക, അവർ കൂടുതൽ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ. സാധാരണ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ XYZ പ്രോട്ടീൻ 9 ഗ്രാം, 9.2 ഗ്രാം, 10.16 ഗ്രാം, 13.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ നൂഡിൽസിൽ. ദാറ്റ് ഈസ് സഫിഷ്യന്റ്. അതുകൊണ്ടാണ് 7 വയസ്സിൽ താഴെ കുട്ടി ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഈസ് ഓക്കെ. ഫൈബർ നോക്കുക. സാധാരണ പ്രോട്ടീനിൽ മീൻസ് നൂഡിൽസിൽ പ്രോട്ടീൻ 0, ദെൻ 5 ഗ്രാം, 4.2 ഗ്രാം, 7.62 ഗ്രാം ഫൈബർ ഉണ്ട്. ഈ ഫൈബറാണ് നമ്മുടെ ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈസ് ഓഫ് അവൈലബിലിറ്റി എവിടെയൊക്കെ ഉണ്ട്? 8000 PUC, ഇത് പഴയ കണക്കാണ്. മോർ ദാൻ 15,000 PUC ആയിട്ടുണ്ട്. അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ ലക്ഷക്കണക്കിന് ഡിസ്പ്ലേ വാളുകൾ, അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. മീൻസ് എവരിവെയർ ഇറ്റ് ഈസ് ദർ. 100 ഡിപ്പോസ് അല്ല, 187 ഡിപ്പോസ് കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എവരി നുക്ക് ആൻഡ് കോർണർ ഇന്ത്യയിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയൊക്കെ മാറ്റാൻ ഇത് വളരെ സഹായിക്കും അല്ലെ. അതിന് പകരക്കാരനുണ്ട്. ഇപ്പൊ മീറ്റും മട്ടണും ചിക്കനും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇത് നമ്മൾ അൺഹെൽത്തിയിൽ നിന്ന് ഹെൽത്തിലേക്ക്, അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് വരിക. അസതോമ സദ്ഗമയ എന്ന് പറഞ്ഞ പോലെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വരിക. നമുക്ക് ഗുഡ് ഡോട്ടിന്റെ സൂപ്പുകളുണ്ട്. 2 തരത്തിലുള്ള സൂപ്പുണ്ട്. ടൊമാറ്റോ സൂപ്പുണ്ട്, വെജിറ്റബിൾ സൂപ്പുണ്ട്. 5 പേർക്ക് നന്നായിട്ട് കഴിക്കാം. ജസ്റ്റ് പൊട്ടിച്ച് ചൂടുവെള്ളത്തിൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളത്തിൽ അത് ഇടുന്നു, ജസ്റ്റ് തിളപ്പിക്കുന്നു, വാങ്ങി വെക്കുന്നു, പറ്റാവുന്ന ചൂടോടുകൂടി കഴിക്കുന്നു. സൂപ്പ് എപ്പോഴും ഒരു നല്ലൊരു അപ്പിറ്റൈസർ ആണ്. ഇതിലെ കണ്ടന്റും അത്തരത്തിലുള്ളതാണ്. തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഇത്തരത്തിലെ ഉള്ളി, അത്തരത്തിലെ കണ്ടന്റുകളാണ്. ഇതെല്ലാം ഹെൽത്തിയാണ്. എവരിത്തിങ് ഈസ് ഹെൽത്തി. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോ ആർട്ടിഫിഷ്യൽ കളർ. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുമ്പ് രാവിലെ എണീറ്റിട്ട് ഒരു സൂപ്പ് കുടിച്ചാൽ മതി, ചായ കുടിക്കണം നിർബന്ധമില്ല. ഓക്കെ. എനി ടൈം വി ക്യാൻ യൂസ് ഇറ്റ്. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഉപയോഗിക്കാം. ഷോപ്പുകളിലൊക്കെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മിക്കവാറും ഷോപ്പുകളിൽ നമുക്ക് ടീ കെറ്റിലൊക്കെ വന്നിട്ടുണ്ട്. പുതിയ കെറ്റിലുകളൊക്കെ വന്നിട്ടുണ്ട്. പ്രസ്റ്റീജിന്റെ കെറ്റിൽ, അതൊക്കെ വെള്ളം തിളപ്പിച്ച് നമുക്ക് സുന്ദരമായിട്ട് അവിടെ സൂപ്പ് ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് എവിടെ വേണേലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കാരണം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് ഒരു പാക്കറ്റ് 4 മുതൽ 6 പേർക്ക് വരെ സുഖമായിട്ട് കഴിക്കാം. അതായത് ഒരു ചായ കുടിക്കുന്ന പൈസ പോലും വരുന്നില്ല. അതിനേക്കാൾ ഒരു മാസ്റ്റർ പീസ് ഉണ്ട് കറി പേസ്റ്റ്. ഇപ്പൊ കുറച്ച് കിട്ടാൻ ഷോർട്ടേജ് ഉണ്ട്.
കറി പേസ്റ്റ് കാര്യമായിട്ട് ആരും ഉപയോഗിക്കാത്തതാണ്. പക്ഷെ അത് നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ്. സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ്, പക്ഷെ ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് പ്രവചിക്കാൻ പറ്റാത്ത അത്രയും നല്ല ടേസ്റ്റ്. അപ്പൊ ഞാനത് ഈയിടെയാണ് ഉപയോഗിച്ച് നോക്കിയത്. ശരിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, അരയ്ക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട, മിക്സി അന്വേഷിക്കേണ്ട, അമ്മി അന്വേഷിക്കേണ്ട, ഇത്ര പൊടി ഇത്ര മല്ലി മുളക് ഒന്നും നോക്കണ്ട, ജസ്റ്റ് പൊട്ടിക്കുക, ഒഴിക്കുക, വേവിക്കുക, കഴിക്കുക. ക്യാപ്പോ ഖാന ബനാന നെഹി ആത്തെ. നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ, നന്നായിട്ട് സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളാണെങ്കിൽ, ഹോട്ടലിലെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ഉപയോഗിക്കാം. ജസ്റ്റ് അതിൽ ആഡ് ചെയ്യുക, വേവിക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. അതിലുള്ള കണ്ടന്റ് നോക്കി നോക്കുക. വെജിറ്റബിൾ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ക്യുമിൻ സീഡ്സ് ദാറ്റ് ഈസ് ജീരകം, മല്ലി, ഉലുവ, മുളക്, ബേലീഫ് എന്ന് വെച്ചാൽ വഴനയില, അതുപോലെ മഞ്ഞള്, കാരം സീഡ്, അയമോദകം, ഡ്രൈ മാംഗോ പൗഡർ. ഇത് അധികം ആളുകൾ അറിയാത്തൊരു കാര്യമാണ്. ഉത്തരേന്ത്യയിലൊക്കെ സാധാരണ എല്ലാ മസാലകളിലും ചേരുന്ന ഒന്നാണ് ഡ്രൈ മാംഗോ പൗഡർ. മാങ്ങ ഉണക്കി പൊടിച്ചു ചേർക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും. പിന്നെ ടൊമാറ്റോ പൗഡർ, സോൾട്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് നേരിട്ട് ചേർക്കാം. അപ്പൊ നമ്മള് മറ്റ് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും വേറെ ഒരു മസാലയും ചേർക്കണം, ഇത് മാത്രം ഇട്ടാൽ മതി. എവറിത്തിങ് ഈസ് ദർ. നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ കടയിലൊക്കെ ഇട്ട് നോക്കൂ, വെരി ടേസ്റ്റി. മൈ സീക്രട്ട് കറി പേസ്റ്റ്. ഇപ്പൊ പലതരത്തിലുള്ള ഡിഷസ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. അതില് ഈ പറയുന്ന പ്രോട്ടീൻ ധാരാളം ഉണ്ട്, എനർജി ആവശ്യത്തിനുണ്ട് കറി പേസ്റ്റ്. നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കും, നമ്മൾ കേട്ടിട്ടുണ്ട്, കോവിഡ് വന്നത് ബാറ്റ്സിലാണ്, അതായത് വവ്വാലിൽ നിന്നാണ്. ബേർഡ് ഫ്ലൂ വന്നത് ചിക്കനിൽ നിന്നാണ്. സ്വൈൻ ഫ്ലൂ വന്നത് പന്നിയിൽ നിന്നാണ്. എബോള വൈറസ് വന്നത് വീണ്ടും ബാറ്റിൽ നിന്നാണ്. മാഡ്കോ ഡിസീസ് വന്നത്, ഭ്രാന്തി പശു രോഗം വന്നത് പശുവിൽ നിന്നാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ പുതിയ രോഗങ്ങളൊക്കെ വരും, അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ചെയ്യാവുന്നത് ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ഇറ്റ്. അതിനുള്ള ഒരു നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ ഗുഡ്ഡോട്ടിൽ വരുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് ആൻഡ് അച്ചാരിറ്റിക്ക. അപ്പോ മീറ്റ് ഇൻഡസ്ട്രിയിൽ വലിയൊരു ക്രൈസിസ് വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കൊറോണ വന്ന സമയം തൊട്ട് മീറ്റിന്റെ പ്രൊഡക്ഷനും അതിന്റെ ഉൽപാദനവും അതിന്റെ വിതരണവും ഒക്കെ പോയിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ പറഞ്ഞു, കഴിഞ്ഞ 1.25 വർഷം മുൻപ് ഒരു ചിക്കൻ സ്റ്റോൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1.25 വർഷത്തിനുള്ളിൽ 1 ലക്ഷം രൂപ പോയി. ദാറ്റ്സ് ഓൾ. ഇപ്പൊ ചിക്കൻ കട പൂട്ടി ഫുൾ ടൈം RCMലാണ്. ഗ്ലോബൽ മീറ്റ് പ്രൊഡക്ഷൻ 2018 കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു ആ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഗ്ലോബൽ മീറ്റ് ഇൻഡസ്ട്രി ഡ്രോപ്പ് ആകുമ്പോൾ അതിനൊരു പകരക്കാരനെ അത്യാവശ്യമാണ്. അവിടെയാണ് നമ്മുടെ ബിസിനസിന്റെ, നമ്മുടെ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ശരിക്കും ഒരു സാധ്യത നിൽക്കുന്നത്. ഓക്കെ, ദ വേൾഡ് ഈസ് ഫൈനലി ലോസിങ് ഇസ് ടേസ്റ്റ് ഫോർ മീറ്റ്. ഒരുപാട് പത്രവാർത്തകൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. സോ ഇന്ത്യൻ മീറ്റ് മാർക്കറ്റിന്റെ സൈസ് ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ്, ഒന്നുകൂടി 2018 പീക്ക് വന്നു, 19-20 ഒക്കെ കുറഞ്ഞപ്പോൾ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആളുകളുടെ ചിന്താഗതി ഒന്ന് മാറുന്നുണ്ട് അല്ലെ. ഓരോന്നിന്റെ പ്രൊഡക്ഷനാണ് കാണിക്കുന്നത്. അത്രമാത്രം മീറ്റ്, പ്രത്യേകിച്ച് ബീഫാണ് ഏറ്റവും കൂടുതൽ. ചിക്കനും പിഗും ഗോട്ടും ഷീപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കൊറോണ വൈറസ് ഹിറ്റ് മീറ്റ് എക്സ്പോസ് ടു ഡെന്റ് ഇന്ത്യസ് ബയോഡീസൽ ഇൻഡസ്ട്രി 2 എന്നൊക്കെ പറഞ്ഞ കുറെ വാർത്തകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കൊറോണയ്ക്ക് വന്നതിന് ശേഷം പൊതുവെ നോൺ വെജിറ്റേറിയൻ എന്നൊരു കൺസെപ്റ്റിൽ ആളുകൾ അത്ര അങ്ങ് സീരിയസ് അല്ലാണ്ടായി. വല്ലപ്പോഴും കഴിക്കില്ല എന്നല്ല, കുറഞ്ഞു വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ബിസിനസിന്റെ സാധ്യത. ഇതിനെ ശരിക്കും എന്തുകൊണ്ട് ഇത് പറയുന്നത്, ഇതിനെ നമുക്ക് ഇതോട് ശരി കറക്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം. അവിടെയാണ് പ്ലാന്റ് ബേസ്ഡ് മീറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു സ്കോപ്പ്. കാരണം ഒന്ന് തളരുമ്പോൾ മറ്റൊന്ന് വളരും, ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളാവൂ എന്നൊരു ചൊല്ല് നാട്ടുമ്പുറത്തൊക്കെ പറയാറുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യം പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും ഒരു കീ സെല്ലിംഗ് പോയിന്റ് ആണ്. കീ സെല്ലിംഗ് പോയിന്റ് എന്നല്ല, നമുക്കിത് വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്ലാന്റ് ബേസ്ഡ് മീറ്റ് മാർക്കറ്റ് സൈസ് ഇസ് ടു റീച്ച് $13.8 billion by 2027. ഇത് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വാർത്തയാണായിട്ട് എനിക്ക് തോന്നുന്നു. $13.8 million ആണ് 2027 ആകുമ്പോഴേക്കും പ്ലാന്റ് ബേസ്ഡ് മീറ്റ് മാർക്കറ്റ് വളരാൻ പോകുന്നത്. ഇന്ത്യയിൽ ഇതിനൊരു സമാനമായ ഒരു പ്രൊഡക്റ്റ്, നമുക്ക് അത്ര വലിയൊരു മോണോപോളി അല്ലെങ്കിൽ ഒരു കുത്തകയുണ്ട്. അപ്പൊ ആരാ വളരുക? ഈ വളർച്ച ഓൾമോസ്റ്റ് 99% നമുക്ക് മാത്രമായിരിക്കും. അതാണ് നമ്മുടെ ബ്യൂട്ടി. കാരണം നമുക്ക് ഇത്രയും വൈഡായിട്ടുള്ള ഏരിയയിൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് അല്ലെ. അത്രയും വൈഡായിട്ട് ഇന്ത്യയിലെ എവരി നുക്ക് ആൻഡ് കോർണർ അല്ലെ. ഇതുപോലെ ഉണ്ടാകുന്ന റവന്യൂ ആ ലെഫ്റ്റ് സൈഡിൽ അതൊന്ന് വായിച്ചു നോക്കാം. ബിയോണ്ട് മീറ്റ് റവന്യൂ ക്ലൈം 250% ഓവർ ഇയർ. ഒറ്റ വർഷം കൊണ്ടുണ്ടായ ഒരു ഗ്രോത്ത് ആണ് അത് കാണിക്കുന്നത്. 250% ഗ്രോത്ത്.
ആർസിഎമ്മിന്റെ ഗ്രോത്തും ഇതിനേക്കാൾ ഒട്ടും മോശമല്ല. അതിന്റെ കണക്കുകളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോ ഈ ഒരു ഗ്രോത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആർസിഎം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 1000-ലധികം പ്രാക്ടിക്കലി നമുക്ക് കാണാവുന്ന പ്രൊഡക്റ്റുകൾ എത്തി. ഒരു ഷോപ്പിൽ നിന്ന് ഏകദേശം 10-15,000-ഓളം ഷോപ്പുകളിലെത്തി, അല്ലെ? ഒരു ഡിപ്പോയിൽ നിന്ന് 187-ലധികം ഡിപ്പോകളിൽ എത്തിയെങ്കിൽ ആ വളർച്ച ശരിക്കും ഇവിടെ വരുന്നുണ്ട്. ഇത് വരുമ്പോൾ ആ വളർച്ച ഇനി ഒന്നുകൂടി കൂടും. അവിടെയാണ് ഇതിന്റെ ഒരു സാധ്യത. ഇനി നമ്മൾ നോൺ വെജ് കഴിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ നല്ല മനോഹരമായുള്ള ഒരു ചിത്രമാണ്. പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട. ആ രണ്ട് കട്ടകളും നന്നായിട്ട് ചേരും, അല്ലെ? ഒരു ചുമന്ന കട്ടയും ഒരു വെളുത്ത കട്ടയും. ചുമന്ന കട്ടയിൽ മീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, വെളുത്ത കട്ടയിൽ ക്യാൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മീറ്റ് കഴിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വരുന്നല്ല പറയുന്നത്, വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇറ്റ് ഇൻക്രീസസ് യുവർ റിസ്ക് ഓഫ് ക്രോണിക് ഹാർട്ട് ഡിസീസ്. ഹൃദ്രോഗത്തിന്റെ സാധ്യത നോൺ വെജിറ്റേറിയൻസിന് കൂടുതലാണ്. ഓക്കെ, ദെൻ ഈറ്റിംഗ് മീറ്റ്സ് മേക്സ് ഇറ്റ് ഹാർഡർ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ബോഡി വെയിറ്റ്. വെയിറ്റ് കൂടും. നോൺ വെജിറ്റേറിയന് പൊതുവെ വെയിറ്റ് കൂടും. അത് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്. വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമുക്ക് എന്ത് കിട്ടും? ഷുഗർ കിട്ടും. വെയിറ്റും ഷുഗറായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ഷുഗർ വരുന്ന പിന്നെ ഓട്ടോമാറ്റിക്കലി അതിന് മരുന്ന് കഴിക്കും, ബി പി കിട്ടും, പിന്നെ കൊളസ്ട്രോൾ കിട്ടും, പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് വരും, അല്ലെ? അപ്പോ എന്താ ചെയ്യേണ്ടത്? സോ ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. ഇത്തരത്തിലുള്ള ആ നോൺ വെജിറ്റേറിയൻ കൾച്ചറിൽ നിന്ന് വെജിറ്റേറിയനിലേക്ക് മാറുക. അത് അത്ര ഈസി ആണോ ചോദിച്ചാൽ ഈസി അല്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഒന്നും ഈസി അല്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഈ നോൺ വെജിറ്റേറിയൻ ഫുഡും അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ആശുപത്രി പോകുന്നതിന് പകരം നല്ല ഭക്ഷണം കഴിക്കുക. ചിത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിത് പണ്ട് പഠിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ പല്ലുകൾ, ആദ്യത്തെ ചിത്രം, ഹ്യൂമൻ ടീത്ത്സ്, ഹെർബിവോർ, മാംസബുക്കുകൾ, സസ്യബുക്കുകൾ, ഹെർബിവോർ, ദെൻ മിശ്ര ബുക്കുകൾ, ഒംനിവോർ, ദെൻ കാർണിവോർ, മാംസബുക്കുകൾ. അപ്പോ ഇവരുടെയൊക്കെ പല്ലിന്റെ വ്യത്യാസം, നമ്മുടെ പല്ലും സസ്യബുക്കുകളുടെ പല്ലും ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ ബേസിക്കലി സസ്യബുക്കാണ്. അതുകൊണ്ടാണ് നാച്ചുറോപ്പതിയിലൊക്കെ പറയാറുണ്ട്, പ്രകൃതി ജീവനത്തിലൊക്കെ പറയാറുണ്ട്, മെൻ ഈസ് ഫ്രൂട്ടേറിയൻ. മനുഷ്യൻ ഫലമൂലാദികൾ കഴിച്ചു കഴിയാനാണ് മനുഷ്യന്റെ വിധി. പക്ഷെ നമ്മൾ നോൺ വെജ് കഴിക്കുന്നതോ അത് നമ്മുടെ കൊതിയാണ്, അത്രയേ ഉള്ളൂ. ഈ ഒരു ചിത്രം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സസ്യബുക്കുകളുടെ ദഹന വ്യൂഹത്തിന് നീളം കൂടുതലാണ്. ഏകദേശം ഒരു 24-30 അടി നീളം വരും മനുഷ്യന്റെ ദഹന വ്യൂഹത്തിന്. നമ്മുടെ പൂർവ്വപിതാമഹന്മാരായ കുരങ്ങന്റെയും ദഹന വ്യൂഹത്തിന് ഇതുപോലെയാണ്. അപ്പൊ ബേസിക്കലി മെൻ ഈസ് ഫ്രൂട്ടേറിയൻ. ഫലമൂലാദികൾ കഴിച്ചു കഴിയാനാണ് മനുഷ്യന്റെ വിധി. നോൺ വെജിറ്റേറിയൻസിന്റെ ദഹന വ്യൂഹം വളരെ ചെറുതാണ്. ഓക്കെ, അതിന് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് കിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. പ്യുവർലി പ്ലാന്റ് ബേസ്ഡ് മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് മീറ്റിനുള്ള നോൺ വെജിന്റെ പകരക്കാരനാണ് ഇത്. അത് പല ടേസ്റ്റിൽ വെക്കാം. ഓൺലി മേഡപ്പ് ഓഫ് പ്ലാന്റ്സ്. 100% വെജിറ്റേറിയൻ ആണ്. ഇറ്റ്സ് സിമിലർ ടു ബോൺലെസ് മീറ്റ്. എല്ലില്ലാത്ത ഇറച്ചിയുടെ അതേ ടേസ്റ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ടേസ്റ്റ്, ടെക്സ്ചർ, പ്രോട്ടീൻ ഓഫ് മീറ്റ് വിതൗട്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് യുവർ ഹെൽത്ത്. ആ നെഗറ്റീവ് ഇമ്പാക്ട് ഞാൻ പറഞ്ഞ രണ്ട് കാര്യം, കൊളസ്ട്രോൾ ഇല്ല, 0 ട്രാൻസ് ഫാറ്റി ആസിഡ് ആണ്. അതുപോലെ തന്നെ അത് നമുക്ക് ഒരു തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കില്ല. ഹൈ ന്യൂട്രീഷൻ, റെഡി ടു കുക്ക്, ഇറ്റ്സ് ഷെൽഫ് ലൈഫ് ഫോർ 12 months. 12 മാസം നമുക്ക് സുഖമായിട്ട് അത് പ്രിസർവ് ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് വീഗൻ. ജന്തുജന്യമായി ഒന്നും ചേർക്കാണ്ടാണ് അത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് വെജിറ്റേറിയൻ എന്നല്ല പറയുന്നത്, വീഗൻ എന്നാണ്. ഇറ്റ് ഡിസന്റ് റിക്വയർ റെഫ്രിജറേഷൻ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇത്രയും ദീർഘകാലം ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേക രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അതിലെ അണുക്കളിൽ നിന്ന് വിമുക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു നിശ്ചിത ടെമ്പറേച്ചർ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിച്ച് വായു കടക്കാത്ത രീതിയിലാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് വാക്വം പാക്കിംഗ്. ഓക്കെ, അതിൽ ഒരു 100 ഗ്രാം വെജിറ്റേറിയൻ ബൈറ്റ്സിൽ 24.5 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെങ്കിൽ മട്ടൻ നിന്ന് 16.6, ചിക്കൻ നിന്ന് 17.4, ബീഫിൽ നിന്ന് 20, ഫിഷിൽ നിന്ന് 20. അപ്പൊ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഈ ഒരു ചാർട്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. കാരണം അത്രയും വാല്യുബിൾ ആണത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഏറ്റവും റൈറ്റ് സൈഡിൽ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ പ്രോട്ടീന്റെ കേസ് എടുത്താൽ മട്ടൺ നിന്ന് 16.6, ചിക്കൻ നിന്ന് 17.4, ഫിഷിൽ നിന്ന് 20, ബീഫിൽ നിന്ന് 17.2, പോർക്ക് പന്നിയിൽ നിന്ന് 16.5, വെജിറ്റേറിയൻ ബൈറ്റ്സിന് 24.5 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഈ പറഞ്ഞ ഏതിനേക്കാൾ ഓരോ 100 ഗ്രാം എന്റെ കണക്കാണ് അത് കാണിച്ചിരിക്കുന്നത്. 100 ഗ്രാമിന് ഇത്രയും കിട്ടും. 4/1 പ്രോട്ടീൻ നമുക്ക് വെജിറ്റേറിയൻ ബൈറ്റ്സിലൂടെ കിട്ടും. കാലറീസ് നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. കൊളസ്ട്രോൾ ഈസ് സീറോ. സീറോ വളരെ വ്യക്തമാണ്. മറ്റെല്ലാം ഹൈ കൊളസ്ട്രോൾ ആണ്. ഹൈ കൊളസ്ട്രോൾ, ഹൈ ട്രാൻസ്ഫാറ്റി ആസിഡ് ആണ്. കാൽഷ്യം വളരെ കൂടുതലാണ്. ഡയറ്ററി ഫൈബർ ഈ പറയുന്ന ഫിഷിലും മട്ടണിലും ഫിഷിലും 0 ആണ്. നോ ഡയറ്ററി ഫൈബർ. ഇവിടെ 10.5% ആൻഡ് ടോട്ടൽ ഫാറ്റ്. ഓക്കെ, ഇതെല്ലാം മിനിമത്തിലാണ് വരുന്നത്.
ഈ ഒരു ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോൺ വെജിറ്റേറിയനിൽ നിന്ന് എന്തുകൊണ്ട് വീഗൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലുള്ള കണ്ടന്റ് ബേസിക്കലി നമ്മുടെ ഈ പ്രൊഡക്റ്റിലെല്ലാം സോയ ഉണ്ട്, പീ പ്രോട്ടീൻ, ഷിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, കിൻവ ആൻഡ് വീറ്റ് ഫ്ലോർ. അതില് ഫ്ലാക്സ് സീഡ്, ചണത്തിന്റെ വിത്ത് ഡയറ്ററി ഫൈബറിന്റെ ഒരു പവർ ഹൗസ് ആണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഫാറ്റ് കുറയാൻ സഹായിക്കുന്നത്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണ്? ഇറ്റ് വിൽ ഹെൽപ് ടു റെഡ്യൂസ് ഫാറ്റ്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കും, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. ഒമേഗ 3 റിച്ച് സൂപ്പർ സീഡ്. ഫ്ലാക്സ് സീഡില് ഒമേഗ 3 നമുക്ക് വെജ് ഒമേഗ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെ, അതിന്റെ ബെനിഫിറ്റ് വരെ നമുക്ക് ഇതിലൂടെ കിട്ടുകയാണ്. അത് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഒമേഗ 3 ഉള്ളതാണ്. അതുപോലെയാണ് കിൻവ. നമ്മളിപ്പോ അതിന്റെ സീഡ് ഡയറക്റ്റ്ലി കിട്ടുന്നുണ്ട്. ജനറലായി അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഫൈറ്റിംഗ് സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്. ഇതിന് ഗ്ലൂക്കോസ് ലെവൽസ് കുറയ്ക്കാൻ നല്ലതാണ്. അതായത് ഷുഗറിനെ വളരെ പെട്ടെന്ന് കുറയ്ക്കുന്നതാണ്. ഈ അടുത്ത് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കഴിച്ചിട്ട് വളരെ പെട്ടെന്ന് വർഷങ്ങളായിട്ട് മാറാതിരുന്ന മീൻസ് കുറയാതിരുന്ന പല മരുന്നുകളും കഴിച്ച് കുറയാതിരുന്നത് ഒരാഴ്ച നമ്മുടെ കിനോവ എന്ന് പറയുന്ന ധാന്യം കഴിച്ച് ഒറ്റാഴ്ച കൊണ്ട് കുറഞ്ഞായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതൊരു മാസ്റ്റർ പീസാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പേരുകേട്ട സൂപ്പർ സ്റ്റാറുകൾ മുഴുവൻ ഒരു നേരം കഴിക്കുന്ന ഇതാ. ഇത് ബേസിക്കലി ഇറ്റ് ഇംപ്രൂവ്സ് ദ ബ്യൂട്ടി, അതുപോലെ സ്കിൻ ടെക്സ്ചർ, മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉണ്ട്. അതൊക്കെ എന്തിലുണ്ട്? ഈ പറയുന്ന ഗുഡ് ഡോട്ടിന്റെ ഈ പ്രൊഡക്റ്റുകളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സിലുണ്ട്. പിന്നെ വീറ്റ് ഫ്ലോർ, അതിന്റെ ബെനിഫിറ്റുകൾ നമുക്കറിയാം. തന്നെ പട്ടാണിപ്പയർ, പീ പ്രോട്ടീൻ, കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസിന് ഏറ്റവും നല്ലതാണ്. ഹാർട്ടിന്, അതുപോലെ തന്നെ മസിലിന്റെ തിക്നെസ് കൂട്ടാൻ, മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ, നല്ല ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഇപ്പൊ പച്ച കളറിൽ എല്ലാറ്റിനും വേറൊരു ഗുണം കൂടി ഉണ്ട്. എവറിത്തിങ് ഈസ് ആന്റി ക്യാൻസറസ്. പച്ച നിറമുള്ള ഇലക്കറികൾ ധാരാളം കഴിക്കുന്ന ആളുകൾ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതും പച്ച ഓർത്തിരിക്കുക. എപ്പോഴും പച്ച നമുക്ക് ഗുണം ചെയ്യും. ഇറ്റ് വിൽ ഗീവ് ജീവിതത്തിന് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഇലക്കറികളൊക്കെ ധാരാളം ഭക്ഷണം ഉൾപ്പെടുത്താം. ഷിയ സീഡ്സ്, അത് അതിനേക്കാൾ പവർഫുൾ ആണ്. 3 times മോർ ആന്റി ഓക്സിഡന്റ് ദാൻ ബ്ലൂബെറി നമ്മുടെ ന്യൂട്രിചാർട്ട് വുമണിലുണ്ട്. അത് കുടവയറ് കുറയ്ക്കാൻ നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിയുരുക്കം എന്ന അസുഖത്തിന് ഏറ്റവും ഫലപ്രദമാണ് ബ്ലൂബെറി. അതിനേക്കാൾ 3 മടങ്ങ് പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഈ പറയുന്ന ഷിയ സീഡ്സ്. അതുപോലെ മഗ്നീഷ്യം ധാരാളം ഉള്ളതാണ്. പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അപ്പൊ നോ കൊളസ്ട്രോൾ, നോ ക്രുവൽറ്റി, ഹൈ പ്രോട്ടീൻ, ഹൈ ഡയറ്ററി ഫൈബർ. അപ്പോ ഇതിൽ ആളുകൾക്ക് ഇതിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ട്. ഇതിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾ സോയയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അത് പോരെ, ഇതെന്തിനാ വേണ്ടതെന്നുള്ളത്. പക്ഷെ ആളുകളെ തെറ്റിദ്ധാരണയാണ് ഇതിൽ സോയ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. പിന്നെ ഇത് കഴുകണം എന്നൊരു ധാരണയുണ്ട്. വേണ്ട, കഴുകാൻ പാടില്ല. അതുപോലെ കുക്കർ ഉപയോഗിക്കണം, വേണ്ട, കുക്കർ ഇല്ലാണ്ട് നമുക്ക് സുന്ദരമായിട്ട് ഉപയോഗിക്കാം. അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, ഓൾമോസ്റ്റ് സിമിലർ കണ്ടന്റ്, പക്ഷെ അതിന്റെ ടെക്സ്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഡയറക്ട്ലി നമുക്ക് ഹീറ്റ് ആൻഡ് ഈറ്റ് ആണ്. ഹീറ്റ് ആൻഡ് ഈറ്റ്സ്, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെജിറ്റേറിയൻ അച്ചാരി ടിക്ക നമുക്ക് മൈക്രോവേവിൽ വെച്ച് ഉണ്ടാക്കാം, പാനിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നേരിട്ട് തീയിൽ ചുട്ടെടുക്കാം. ഓക്കെ, വരാൻ പോകുന്നതാണ് വീഗൻ മീറ്റ്സ്, വെജ് ചിക്കൻ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ചിക്കൻ ഷോപ്പുകളൊക്കെ അടഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് വന്നിട്ട് ആൾറെഡി ലോഞ്ച് ചെയ്താണ്, നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല. ഇമ്മീഡിയറ്റ്ലി ഇറ്റ്സ് അബൌട്ട് ടു കം. വെജിറ്റേറിയൻ ചിക്കൻ കിറ്റ്സ്. ഓക്കെ, ഇത് നമ്മൾ വരുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. നമ്മൾ ഏകദേശം ഒരു 4-5 മാസം മുൻപ് നമ്മൾ എല്ലാ മാസവും 10-ാം തീയതി ഒരു വെജിറ്റേറിയൻ ഗുഡ് ഡോട്ട് ഡേ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ധാരാളം ആളുകൾ അത് ഉപയോഗിച്ചു, പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് 10-ാം തീയതി അല്ല, എവറി ഡേ വിൽ ബി എ ഗുഡ് ഡോട്ട് ഡേ. എവറി ഡേ. കാരണം ഇത്രമാത്രം റിച്ച് ആയിട്ടുള്ള, ഇൻ ഓൾ ദ റെസ്പെക്ട്, എല്ലാ അർത്ഥത്തിലും സമ്പുഷ്ടമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ലെറ്റ് us യൂസ് ഇറ്റ്. ആൻഡ് നമ്മുടെ ആരോഗ്യം ഏറ്റവും ഉയർന്ന തലത്തിൽ, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് കിട്ടാൻ ഇത് നമ്മളെ സഹായിക്കും. സോ ഈ ഉൽപ്പന്നത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയുടെ മുഴുവൻ ബെനിഫിറ്റും കിട്ടാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ. മാത്രമല്ല, മറ്റു മൃഗങ്ങളെ കൊല്ലുന്ന സമയത്ത് ആ മൃഗത്തിന്റെ ശരീരത്തിലുണ്ടാകുന്ന ചില ഹോർമോണുകൾ അതിന്റെ മാംസത്തിൽ കലരുകയും അത് കഴിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ ആ ഹോർമോൺ മാസങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളത് സയൻസ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അതൊക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ മാറ്റി ഒരു വീഗൻ, ഒരു വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അതിൽ സംശയമില്ല. ഓക്കെ,
സോ വളരെ കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടു, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ ഒരു തവണ കേട്ടത് കൊണ്ട് ഒന്നും ആവില്ല. നമ്മൾ കൂടുതൽ കേൾക്കണം, കൂടുതൽ ഉപയോഗിക്കണം. 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ടും കിട്ടും, അതിന്റെ ബെനിഫിറ്റും കിട്ടും. അപ്പോ RCM എന്ന സിസ്റ്റത്തിന്റെ ഒരു ഏറ്റവും മഹത്തായ ലക്ഷ്യം ആരോഗ്യമാണെങ്കിൽ ആ ആരോഗ്യം കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട, വേറെ ഒന്നും ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരോഗ്യം കിട്ടാൻ നമ്മൾ ഒന്നും പഠിക്കേണ്ട. ജസ്റ്റ് ടേക്ക് ദീസ് പ്രൊഡക്ട്സ്. വേറെ ഒന്നും അത് ഉപയോഗിച്ചു 100% ഉപയോഗിച്ചു ആരോഗ്യം തനിയെ കിട്ടും. നിങ്ങൾ പഠിച്ചാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചെയ്യും, നമുക്ക് മറ്റുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. നമുക്ക് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. മഹത്തായ ഉൽപ്പന്നങ്ങളാണ്. അതിന്റെ കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി, എത്രമാത്രം ബെനിഫിറ്റ് കിട്ടും നമുക്കറിയാൻ പറ്റും. സോ RCM എന്നൊരു സിസ്റ്റത്തിനെ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോം, RCM എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കട്ടെ. വലിയ വലിയ ഉയരങ്ങളിലേക്ക് എല്ലാവരും എത്തട്ടെ. ആശംസകളോടെ, പ്രാർത്ഥനകളോടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM.